Okay, good morning. Today I will discuss about the topic of steam jet refrigeration or ejector refrigeration system. What is that? Steam jet refrigeration or ejector refrigeration system. Okay. What is that steam jet refrigeration system? Okay, first of all, steam jet refrigeration system is also known as എന്താണ് ejector refrigeration system. Ejector refrigeration system. Okay, in this system, water is used as the refrigerant. Okay, what is the main advantage here? That is, water is used as a refrigerant. And where will we use steam jet refrigeration? Whether the steam is readily available, or largely available conditions, we can use steam jet refrigeration system. Okay, and first of all, what is the principle behind steam jet refrigeration system? Okay, what is the principle behind steam jet refrigeration system? Okay, already you guys are already known that whether the boiling point of liquid changes with the change in external pressure. ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ഒരു ഫ്ലൂയിഡ് എടുക്കുവാണ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എടുക്കുവാണെങ്കിൽ ലിക്വിഡിൻ്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ വെദർ ദ പ്രഷർ വിൽ റെഡ്യൂസ്, ദാറ്റ് മീൻസ് പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, 100 ഡിഗ്രി എത്തേണ്ട കാര്യമില്ല എന്താവാനായിട്ട്, ബോയിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നോർമൽ കണ്ടീഷൻ ദ പ്രഷർ വിൽ ബി എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇഫ് ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ബൈ സം മീൻസ്, എന്ത് സംഭവിക്കും? ദെൻ ദ ലിക്വിഡ് വിൽ സ്റ്റാർട്ട് ബോയിലിംഗ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. The liquid starts boiling at lower temperature because of എന്താണ്, reduced pressure. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ ലിക്വിഡ് വിൽ സ്റ്റാർട്ട് ബോയിലിംഗ് അറ്റ് എന്താണ്, ലോവർ ടെമ്പറേച്ചർ. ലോവർ ടെമ്പറേച്ചറിൽ തന്നെ പ്രഷർ കുറയുമ്പോൾ ലിക്വിഡ് എന്താവും? ലിക്വിഡ് ബോയിൽ ചെയ്യും. ഇതാണ്, ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബോയിലിംഗ് ഓഫ് ലിക്വിഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. ബോയിലിംഗ് ഓഫ് ലിക്വിഡ് ബൈ ലോവർ ടെമ്പറേച്ചർ ബൈ റെഡ്യൂസിങ് ദ പ്രഷർ ഓൺ ഇറ്റ്സ് സർഫേസ് ഈസ് യൂസ്ഡ് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിളായിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ടാവും. ഇതാണ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് നോക്കാം വർക്കിംഗ് ഓഫ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ആർ ദ കോമ്പണൻസ് യൂസ്ഡ് ഇൻ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഇതാണ് നമ്മൾ കാണുന്ന ഫ്ലാഷ് ചേംബർ ഓർ ഇറ്റ് ഈസ് നോൺ ആസ് ഇവാപ്പറേറ്റർ. നമ്മൾ പറയുന്ന ഒരു പേരെന്താണ്? ഫ്ലാഷ് ചേംബർ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ഇവാപ്പറേറ്റർ. And another important component, that is nozzle. Here the nozzle, and here the total system is known as ejector. Ejector. ഇനി എന്താ വരുന്നത്? Another, that is condenser is there. Okay, here the recirculation system is there. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കോമ്പണൻസ് വരുന്നത്. അപ്പോൾ ഒന്നെന്താണ് ഫ്ലാഷ് ചേംബർ, സെക്കൻഡ് വൺ നമുക്ക് നോസിൽ പറയാം, തേർഡ് ഇജക്ടർ, ആൻഡ് ഫോർത്ത് വൺ കണ്ടൻസർ. ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം വരുന്നുണ്ടാവും. ഇനി എന്തൊക്കെയാണ് ഓരോന്നും, അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് ഈ ഫ്ലാഷ് ചേംബർ എന്ന് വെച്ചാൽ? ഓക്കെ, ഒന്ന്, ഫ്ലാഷ് ചേംബർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലാർജ് വെസലാണ്. ഫ്ലാഷ് ചേംബർ ഈസ് എന്താണ്? ലാർജ് വെസൽ.
പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ്, ലാർജ്ലി അല്ലെങ്കിൽ ഹെവിലി ഇൻസുലേറ്റഡ്. എന്തിനാണ് നമ്മൾ ഹെവിലി ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒരിക്കലും എന്തിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫ്ലാഷ് ചേമ്പറിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ചെയ്യുന്നത് ഫ്ലാഷ് ചേമ്പർ എന്ന് വെച്ചാൽ എന്താണ്, ലാർജ് വെസലാണ്. ആൻഡ് ഈസ് heavily insulated to avoid the rise in temperature of water due to എന്താണ്, high ambient temperature. ഇനി വേറെന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ പെർഫോറേറ്റഡ് ട്യൂബ്സ്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതാണ് പെർഫോറേറ്റഡ് ട്യൂബ്സ്. ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ പെർഫോറേറ്റഡ് പൈപ്പ് ഓഫ് സ്പ്രേയിങ് വാട്ടർ. ഇനി ഇവിടെ എന്താ ചെയ്യണേ? നമ്മളിവിടെ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താ? ദ വാം വാട്ടർ ഫ്രം ദ റെഫ്രിജറേറ്റഡ് സ്പേസ്, warm water of the refrigerated space is sprayed into flash chamber. ഇപ്പം എന്താ ഉണ്ടാവണേ? നമ്മൾ റെഫ്രിജറേറ്റഡ് സ്പേസിൽ ഹീറ്റിനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നു? വെള്ളത്തിലേക്ക് കൊടുക്കുന്നു, വാം വാട്ടറിലേക്ക് കൊടുക്കുന്നു. ഇനി എന്താ ചെയ്തേ? ആ വാം വാട്ടർ ഈസ് സ്പ്രേഡ് ഇൻ ടു ദ ഫ്ലാഷ് ചേമ്പർ. അപ്പം എന്താ ഉണ്ടാവുന്നത്? അപ്പം എന്താണ് ഫ്ലാഷ് ചെയ്യുമ്പോൾ സം ഓഫ് ദ വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. അപ്പം എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വാട്ടർ കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? വേപ്പർ. ആഫ്റ്റർ അബ്സോർബിങ്, എങ്ങനെയത് വേപ്പർ ആവുന്നത്? ആഫ്റ്റർ അബ്സോർബിങ് ലാറ്റന്റ് ഹീറ്റ്. ഇനി എന്താ ചെയ്യുന്നത്? ആൻഡ് ദെയർബൈ കൂളിംഗ് ദ റെസ്റ്റ് ഓഫ് ദ വാട്ടർ. അതെങ്ങനെ ചെയ്യുന്നത്? ബൈ അവിടെ എന്തുണ്ട്? ചിൽഡ് വാട്ടർ ഉണ്ട്. ഓക്കെ. ഇനി എന്താ പറയണത്? ദ ഹൈ പ്രഷർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ കോൺസെപ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റെഫ്രിജറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഹീറ്റ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന വാട്ടറിലേക്ക് കൊടുക്കുന്നു. ആ വാട്ടറാണ് നമ്മൾ ഇവിടെ സ്പ്രേ ചെയ്യുന്നത്. അതിവിടെ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. കുറച്ച് ഭാഗം എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് ചിൽഡ് വാട്ടറിലേക്ക് പോകും. കോൺസെപ്റ്റ് ഓക്കെ. ഇനി അടുത്തൊരു പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് നമുക്ക് വരുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ഇത് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റീം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ബോയിലറിൻ്റെ ആവശ്യകത വരില്ല. പക്ഷെ ഇതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോയിലർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സ്റ്റീം ഫ്രം ദ ബോയിലർ, ദാറ്റ് മീൻസ് ദ ഹൈ പ്രഷർ സ്റ്റീം ഫ്രം ദ ബോയിലർ ഈസ് പാസ്ഡ് ത്രൂ ദ സ്റ്റീം നോസിൽ. കണ്ടോ? ഹൈ പ്രഷർ സ്റ്റീം ഫ്രം ദ ബോയിലർ ഈസ് പാസ്ഡ് ത്രൂ എന്താണ്? നോസിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൈ പ്രഷർ ആയിട്ടുള്ള സ്റ്റീം പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ദെർബൈ ഇൻക്രീസിങ് ദ വെലോസിറ്റി. നോസിലൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെർബൈ ഇൻക്രീസിങ് ഇറ്റ്സ് വെലോസിറ്റി. ഇനി എന്താ ചെയ്യുന്നേ? ദ ഹൈ വെലോസിറ്റി സ്റ്റീം ഇൻ ദ ഇജക്ടർ വുഡ്. അപ്പം ഇത് നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇജക്ടറിലേക്ക് പോകുന്നു. ഹൈ വെലോസിറ്റിയിൽ സ്റ്റീം എങ്ങോട്ട് പോകുന്നു? ഇജക്ടറിലേക്ക് പോകുന്നു. ഇനി എന്താ ചെയ്യണത്? ദ ഹൈ വെലോസിറ്റി സ്റ്റീം എന്ത് ചെയ്യുന്നു? ഇൻ ദ ഇജക്ടർ വുഡ് എൻട്രെയിൻ. എന്താ ചെയ്യുന്നത്? ഈ ഹൈ വെലോസിറ്റി സ്റ്റീമിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ വെലോസിറ്റി സ്റ്റീമിലാണ് നമുക്ക് നോസിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സ്ഥലത്ത് നമുക്കറിയാം ഇജക്ടറിൻ്റെ ഇൻലെറ്റിൽ ഇവിടെ എന്താണ് വെലോസിറ്റി കൂടുതലും. ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ വെലോസിറ്റി മീൻസ് വെലോസിറ്റി മാത്രമല്ല, അവിടെ എന്താ ഉള്ളത്? ഹൈ പ്രഷർ ആണല്ലേ, ഹൈ പ്രഷർ സ്റ്റീം. ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കുറച്ച് വെള്ളം എന്തായിട്ട് മാറിയിട്ടുണ്ട്? നമ്മുടെ ഫ്ലാഷ് ചേമ്പറിനകത്ത് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ വാട്ടർ വേപ്പേഴ്സ് എങ്ങോട്ട് പോവും? ഇവിടെ നിന്ന് ഫ്ലാഷ് ചേമ്പറിന് എങ്ങോട്ട് പോവും? ഇജക്ടറിൻ്റെ അവിടേക്ക് വരും. അപ്പോൾ അവിടെ എന്തായിട്ട് മാറി? വാട്ടർ വേപ്പറും സ്റ്റീമും കൂടെ മിക്സ്ചറായിട്ട് മാറി. ഇവിടെ നിന്ന് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആണോ പ്രൊഡ്യൂസ് ചെയ്തത്, ഈ വാട്ടർ വേപ്പർ എങ്ങോട്ട് പോകും? ഇജക്ടറിൻ്റെ അവിടേക്ക് പോകും. എന്തുകൊണ്ട്? പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇജക്ടർ അങ്ങോട്ട് പോകും. ഇനി എന്താ ചെയ്യണത്? നെക്സ്റ്റ് എന്താ ചെയ്യണേ? ഇനി ഇത് ഡയറക്ട്ലി വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്? ഇജക്ടർ അല്ലെങ്കിൽ വെഞ്ചുറി ട്യൂബ് ഓഫ് എന്താണ്? ഇജക്ടറിന്റെ വെഞ്ചുറിയിലൂടെ ഇനി എന്ത് ചെയ്യുവാണ്? ഈ വാട്ടറും സ്റ്റീമും കൂടെ പാസ് ചെയ്യുവാണ്.
അപ്പോൾ എന്ത് സംഭവിക്കും? ദെയർ പ്രഷർ ഓൾസോ ഇൻക്രീസ്ഡ്. ദെയർ പ്രഷർ, അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതെന്താവും? ഇറ്റ് ഗെറ്റ്സ് കംപ്രസ്ഡ്. ഇറ്റ് ഗെറ്റ്സ് എന്താണ്? കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? The temperature and pressure of the mixture rises considerably. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ ടെമ്പറേച്ചറും പ്രഷറും ഓഫ് എന്താണ്? വാട്ടർ വേപ്പേഴ്സ് പ്ലസ് സ്റ്റീമിന്റെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇറ്റ് ഈസ് ഫെഡ് ടു എന്താണ്? കണ്ടൻസർ. ഇനി എന്താ ചെയ്യുന്നത്? ഇൻസൈഡ് ദ കണ്ടൻസർ ഇറ്റ് ഗെറ്റ്സ് എന്താണ്? കണ്ടൻസ്ഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കൂളിംഗ് വാട്ടർ വേറെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇതെന്താവും? കണ്ടൻസ്ഡ് ആവും. അപ്പോൾ അതിനകത്ത് ലാറ്റൻ ഹീറ്റ് വലിച്ചെടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ കണ്ടൻസേറ്റ്, ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള കണ്ടൻസേറ്റ് എന്ത് ചെയ്യും? കണ്ടൻസേറ്റ് അഗെയിൻ പാസ്ഡ് ടു എന്താണ്? ഇങ്ങോട്ട് വരും, ബോയിലർ. സ്റ്റീം ബോയിലറിൽ നിന്ന് തിരിച്ചതിലേക്ക് വരും, നോസിലോട്ട് നിന്ന് റീസർക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഒരു സിസ്റ്റം. ഇനി നമ്മളിവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫ്ലാഷ് ചേമ്പറിൽ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഒരു മേക്കപ്പ് വാട്ടർ സിസ്റ്റം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവാപ്പറേഷൻ നടക്കുവാണ്. അപ്പോൾ വാട്ടർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മേക്കപ്പ് വാട്ടർ ഇവിടെ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവാപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് മെയ്ഡ് ഓഫ് എന്താണ്? മേക്കപ്പ് വാട്ടർ എന്താണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഹോട്ട് വാട്ടർ നമ്മളിവിടെ സ്പ്രേ ചെയ്യുന്നു, താഴത്തെ എന്താണ്? ചിൽഡ് വാട്ടർ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും ഇതിനകത്ത്? അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, സ്പ്രേ ചെയ്യുന്ന വാട്ടർ ഗെറ്റ്സ് എന്താവും? വേപ്പറൈസ് ചെയ്ത് പോവും. ഭൂരിഭാഗം എമൗണ്ടും എന്തായി പോവും? വേപ്പറൈസ് ചെയ്യും. ഈ വേപ്പറൈസ് ചെയ്ത സാധനം എങ്ങോട്ട് പോകുന്നുണ്ടാവും? നമ്മുടെ ഇജക്ടറിലേക്ക് പോകുന്നുണ്ടാവും. ബാക്കി ഭാഗം ഇവിടെ തന്നെ ഈ പോർഷനിൽ തന്നെ കണ്ടൻസ് ചെയ്ത് എന്തായിട്ട്? ലിക്വിഡായിട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്നുള്ളത്? സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇപ്പം എന്താ പറയണത്? The principle of steam jet refrigeration എന്താണ്? Boiling of liquid at low temperature by reducing pressure of its surface. Okay, boiling of liquid at a low temperature. അതെന്താ എങ്ങനെ ചെയ്യണത്? By reducing pressure on its surface. So pressure on its surface is used in steam jet refrigeration system. ഇനി എന്താ പറയുന്നത്? വാട്ടർ ബോയിൽസ് at 100°C. എപ്പോഴാണ്? നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷർ 760 mm of Hg, 1.013 bar. പക്ഷേ അറ്റ് ദ സെയിം ടൈം വാട്ടർ ബോയിൽസ് at 12°C and 7°C. if എന്ത് വേണം? ദ പ്രഷർ ഓഫ് ദ സർഫസ് ഓഫ് ദ വാട്ടർ ആർ കെപ്റ്റ് at എന്താവണം? പ്രഷർ എന്നുള്ളത് എന്താക്കണം? 0.014 ബാർ ആയിരിക്കണം, അല്ലെങ്കിൽ 0.01 ബാർ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? 12°യിലും 7°യിലും എന്ത് ചെയ്യും? വാട്ടർ ബോയിൽ ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. ദ വെരി ലോ പ്രഷർ ഓർ ഹൈ വാക്വം ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ക്യാൻ ബി മെറ്റീരിയലൈസ്ഡ് ബൈ ത്രോട്ട്ലിംഗ് ദ സ്റ്റീം ത്രൂ ദ ജെറ്റ് ഓർ നോസിൽ. ഇനി എന്താ പറയുന്നത്? ദ സിസ്റ്റം അത്രയാണ് നമുക്ക് ഇതിനകത്ത്. പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ അതെന്താവും? ബോയിലാവും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്? ഫ്ലാഷ് ചേമ്പർ ഉണ്ട്, ഇജക്ടർ ഉണ്ട്, പമ്പ് ഉണ്ട്, കണ്ടൻസർ പമ്പ്. നമ്മൾ വർക്കിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ? ദ സ്റ്റീം ഫ്രം ദ ബോയിലർ കോൾഡ് മോട്ടീവ് സ്റ്റീം എക്സ്പാൻഡ്സ് ത്രൂ ദ നോസിൽ ഓഫ് ദ ഇജക്ടർ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈ വെലോസിറ്റി വേപ്പർ imparts the momentum of a vapor of the flash chamber, and thereby the flash chamber moves along with motive steam through the ejector. The process of momentum exchange between the flash chamber vapor and the motive steam and carry over of the former over of the latter is termed as entrainment. Okay, the vapor mixture is compressed in the ejector to the condenser pressure, where circulating water causes its condensation. The chilled water of the flash chamber is pumped through the load. Okay, the warmed up water due to heat load is sprayed into the flash chamber. The cooling is caused as a result of vaporization. Vaporization of water. The makeup water is supplied through a float valve, keeping constant level in the flash chamber. Okay, ഇതാണ് കോൺസെപ്റ്റ്.
അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി. ഇപ്പം എന്താ ഇവിടെ ചെയ്യണേ, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു, വേപ്പേഴ്സ് മുകളിലേക്ക് പോയി, ഹോട്ടായിട്ടുള്ള വേപ്പേഴ്സ് മുകളിലേക്ക് പോയി. ബാക്കി ഇവിടെ എന്താ വരുന്നത്, ബാക്കിയുള്ള ലിക്വിഡ് എന്താവും, കണ്ടൻസ് ചെയ്ത് നമുക്ക് ചിൽഡായിട്ട് താഴെ കിട്ടും. ഈ ചിൽഡ് വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റൂമിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഈ ചിൽഡ് വാട്ടർ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്ലാഷ് ചേമ്പറിൽ കിട്ടുന്ന ചിൽഡ് വാട്ടർ ആണ് വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എന്താണ്, ദ സ്പേസ്, റെഫ്രിജറേറ്റഡ് സ്പേസ്, റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സ്പേസിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. അവിടെ നിന്ന് എന്താവും, അത് ഹോട്ടായിട്ട് തിരിച്ച് എവിടെ സ്പ്രേ ചെയ്യും, ഫ്ലാഷ് ചേമ്പറിൽ സ്പ്രേ ചെയ്യും. ഓക്കെ, ഇതിനകത്തുള്ള നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വേപ്പേഴ്സൊക്കെ മുകളിലേക്ക് പോകും, വേപ്പേഴ്സൊക്കെ ഇങ്ങോട്ട് പോയി ഇജക്ടറിലേക്ക് പോയി. ബാക്കിയുള്ള കണ്ടൻസേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗം ചിൽഡ് വാട്ടർ ആണ് നമ്മളിവിടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സിസ്റ്റം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു പോകുന്നു കേട്ടോ, എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്ന് സിമ്പിളാണ്, കൺസ്ട്രക്ഷൻ ഈസ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് കൺസിഡറബിളി ലോ. നോട്ട് ചെയ്യാം കേട്ടോ, ഒന്ന് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ, സെക്കൻഡ് തിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ. അതുപോലെ തന്നെ തേർഡ് വൺ ഹൈലി റിലയബിൾ, വളരെ റിലയബിൾ ആണ് സിസ്റ്റം എന്ന് വെച്ചാൽ, വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ എന്താണ്, വൈബ്രേഷൻ ഫ്രീ ആണ്. പമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പമ്പ് യൂസ് ചെയ്യുള്ളൂ, വേറെ പ്രത്യേകിച്ച് കോമ്പണൻസ് ഒന്നും, മൂവിങ് കോമ്പണൻസ് ഒന്നും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റീവ്ലി എന്താണ്, ലെസ്, പ്ലാന്റ് സൈസ് വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി, നോക്കൂ ബാക്കിയുള്ള സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കറിയാം ഒബ്വിയസ്ലി വാട്ടർ ആണ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ്, അപ്പോൾ അതിന് വേറെ പ്രശ്നമുണ്ടോ, ടോക്സിക് ആണ്, അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ ഓപ്പറേഷൻ. അതുപോലെ തന്നെ കൂളിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഈസിലി ആൻഡ് ക്വിക്ക്ലി അഡ്ജസ്റ്റഡ്. ഫ്ലെക്സിബിൾ ആണ്, കൂളിംഗ് കപ്പാസിറ്റി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രിക്ക് താഴെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ COP ഈസ് വെരി ലോ. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ളത് എന്താണ്, വളരെ ലോ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്, വളരെ ലോ ആണ്. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കണ്ടൻസറിൻ്റെ സൈസ് എന്താണ്, ഹൈ ആണ്. ദാറ്റ് മീൻസ് ലാർജ് സൈസ് കണ്ടൻസർ ഈസ് നീഡഡ്. ഇതൊക്കെയാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജ്. എന്തൊക്കെ വരുന്നത്, ഒന്ന് 4 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ താഴെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കണ്ടൻസറിൻ്റെ സൈസ് മിക്കവാറും ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് കണ്ടൻസർ വേണം, COP കമ്പാരിറ്റീവ്ലി എപ്പോഴും എന്തായിരിക്കും, ലോ ആയിരിക്കും. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് സാധാരണ എയർ കണ്ടീഷനിങ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റിനകത്ത് നമുക്ക് ഹൈ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റീം അവൈലബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു.